അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഫിഖഹിലെ 4ാമത്തെ പാഠമാണ്. നമ്മൾ 3 പാഠം ഒന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇനി 4ാമത്തെ പാഠം ഒന്ന് പരിചയപ്പെട്ട് പഠിക്കാമല്ലേ. വുളൂ മുറിയുന്ന കാര്യങ്ങളാണ് പാഠത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമുക്ക് വുളൂ മുറിയുന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് പഠിക്കാം. അപ്പം ഇതാണ് വുളൂ മുറിയുന്ന ഓരോ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഒന്ന് പഠിക്കാം. അപ്പോൾ ഒന്നാമത്തതാണ് മലമൂത്ര ദ്വാരങ്ങളിലൂടെ മനിയ് അല്ലാത്തവ പുറപ്പെടുക. അപ്പോൾ ഒന്ന് മനസ്സിലായല്ലേ? അപ്പോൾ ഇതാട്ടോ, നേരെ പഠിക്കണം. പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇത്. അപ്പോൾ മലമൂത്ര ദ്വാരങ്ങളിലൂടെ മനിയ് അല്ലാത്തവ പുറപ്പെടുക. രണ്ടാമത്തത് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. മൂന്നാമത്തതാണ്, അപ്പോൾ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, ഭ്രാന്ത്, ബോധക്ഷയം, മന്ത് മുതലായവ കൊണ്ട് വകതിരിവ് നീങ്ങുക. ഇതാണ് ഉദാഹരണം കേട്ടോ. ബുദ്ധി വകതിരിവ് നീങ്ങുക പറഞ്ഞാൽ ഇതാണ് ഉദാഹരണം. അപ്പം അങ്ങനെ മൂന്നാമത്തത് നമുക്ക് പഠിക്കാം അല്ലേ. ഇതാണ് മൂന്നാമത്തത്. മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യ സ്ഥാനം തൊടുക. മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യ സ്ഥാനം തൊടുക. അങ്ങനെ അതൊക്കെ ചെയ്ത വുളൂ മുറിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നാലാമത്തത് നമുക്ക് നോക്കാം. വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക. അങ്ങനെ തൊട്ടാലും മുറിയും. അതായത് നമ്മുടെ വലിയവരായ, അതായത് ഒരു 18 വയസ്സ് കഴിഞ്ഞാലല്ലേ ഒന്നുകൂടി വുളൂ മുറിയേണ്ട ടൈം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ തൊലി തമ്മിൽ ചേർന്നാൽ വുളൂ മുറിയുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ തദ്രിബാത്തൊന്നും നോക്കാം അല്ലേ. ഇത് മനസ്സിലായില്ലേ? മനസ്സിലാകാത്തവരൊക്കെ കമൻറ്റ് ചെയ്യുക. സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യുകൊണ്ട്, എന്നാലാണ് നമുക്ക് റിപ്പീറ്റായിട്ടുള്ള പാഠങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ നമുക്ക് തദ്രിബാത്തൊന്ന് പഠിക്കാം അല്ലേ. അപ്പം അതാ തദ്രിബാത്ത് ഉത്തരം പറഞ്ഞ് എഴുതാൻ. വുളൂ മുറിയുന്ന കാര്യങ്ങൾ ഏവ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അവിടെ എഴുതാണ്ടത് നമുക്ക് വുളൂ മുറിയുന്ന കാര്യങ്ങൾ ഇപ്പുറത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇവിടേക്ക് എടുത്തിട്ട് എഴുതുക കേട്ടോ. ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുത്തുന്ന 4 കാര്യങ്ങളുണ്ട്. ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുത്തുന്ന 4 കാര്യങ്ങളുണ്ട്. അപ്പം ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഉദാഹരണം പറഞ്ഞിട്ടില്ലേ ഇവിടെ. അപ്പോൾ ഇതാണ് അവിടേക്ക് എടുത്ത് എഴുതേണ്ടത്. ഇവിടെ എഴുതേണ്ടത് കേട്ടോ. 4 കാര്യങ്ങൾ ഇവിടെ തെറ്റാതെ എഴുതണം. ഉറങ്ങുക, ഭ്രാന്ത്, ബോധക്ഷയം, മദ്, അങ്ങനെ 4 കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, മുൻകൈയിൻ്റെ ഏത് ഭാഗം കൊണ്ടാണ് ഗുഹ്യസ്ഥാനം തൊട്ടാലാണ് വുളൂ മുറിയുക എന്നാണ് പറഞ്ഞത്. മുൻകൈയിൻ്റെ ഏത് ഭാഗം? മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊട്ടാലാണ് വുളൂ മുറിയുക. നാലാമത്തത്, മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ വുളൂ മുറിയുമോ? മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ വുളൂ മുറിയുമോ എന്നാണ് ചോദ്യം. അപ്പം എന്താണ് പറയേണ്ടത്? മക്കൾ മാതാപിതാക്കളെ തൊട്ടാലൊന്നും വുളൂ മുറിയില്ല. അവിടെ മുറിയില്ല എന്നാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, വുളൂ മുറിയുന്ന കാര്യങ്ങൾക്ക് അടയാളപ്പെടുത്തുക, ടിക്ക് അടയാളപ്പെടുത്തുക. അല്ലാത്തവയ്ക്ക് ഇൻറ്റു അടയാളപ്പെടുത്താനാണ്. ഇവിടെ 3 ചിത്രം തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ മുറിയോ ഇല്ലയെന്ന് അടയാളപ്പെടുത്തുക കേട്ടോ. ഇവിടെ കണ്ടിട്ട് 3 ചിത്രത്തിൽ ഇങ്ങനെ സലാം കൊടുത്ത്, അതായത് വുളൂ ചെയ്ത് സലാം കൊടുത്താൽ വുളൂ മുറിയില്ല. ഉറങ്ങിയാൽ വുളൂ മുറിയും. പിന്നെ വെള്ളം കുടിച്ചാൽ വുളൂ മുറിയില്ല. അപ്പം അങ്ങനെ എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻ്റൊക്കെ ചെയ്യുക. എന്നാലാണ് അടുത്ത പാഠം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് 5ാമത്തെ പാഠം നാളെ എടുക്കാം. വീഡിയോ കുറച്ച് എടുക്കാൻ വഴുകി, അതാണ് ഇത്ര ദിവസം കുറച്ച് തിരക്കിലായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വഴുകിയതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കിയുള്ള പാഠങ്ങളൊക്കെ തുടരെ വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.